ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കൊച്ചടുക്കളയിലെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് സീരീസ് 2020 നാടൻ വിഭവങ്ങളുമായി ഞാൻ വീണ്ടും കൊച്ചടുക്കളയിൽ ടവസ് കിച്ചണിൽ നിന്നും താഴെ വന്നു. കുറേ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കില്ലേ നമ്മളവിടെ. കേക്ക്സ് ഒന്നും തീർന്നിട്ടില്ല, ഇനിയും വരാനുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ കുറച്ച് നാടനിലേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു. എല്ലാത്തരം ആൾക്കാരെയും നമ്മൾ സാറ്റിസ്ഫൈ അല്ലേ. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ. പുറത്ത് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, മഴയുടെയാണ്, എൻ്റെ കുഴപ്പമില്ല, മഴ പെയ്യുന്നുണ്ട്. ഇതിപ്പോൾ രാത്രിയാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഭയങ്കര മഴ, എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് നേരം കഴിയുമ്പോൾ ആ ശബ്ദം കുറയുമെന്ന് തന്നെ വിശ്വസിക്കാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ഒച്ചത്തിൽ സംസാരിക്കാൻ പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷം ക്രിസ്മസ് സീരീസ് 2019 ഞാൻ പല ടൈപ്പ് ഓഫ്, അതായത് വട്ടയപ്പം, രണ്ട് തരം പാലപ്പമൊക്കെ കാണിച്ചു. ഒന്ന് അരി അരച്ചിട്ടുള്ള പാലപ്പം, ഒന്ന് അരി പൊടിയിൽ കപ്പി കാച്ചി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അരി അരച്ചുണ്ടാക്കുന്നതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഈസ്റ്റ് അല്ലെങ്കിൽ സോഡാപ്പൊടി ഇത്തരം കാര്യങ്ങളൊന്നും ചേർക്കാതെ നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഈസ്റ്റ് ഇല്ല, ബേക്കിംഗ് പൗഡർ ഇല്ല, പിന്നെന്താ സോഡാപ്പൊടി ഇല്ല, അങ്ങനെയുള്ള ഒരു പരിപാടിയും വേണ്ട, അല്ലാത്തൊരു പാലപ്പം. അപ്പോൾ അതിൻ്റെ ഒരു ട്രേഡ് സീക്രട്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം. അതല്ലാത്തൊരു പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലേ, ഫെർമെൻ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇത് കള്ളാണോ എന്ന് വെച്ചാൽ ഇത് കള്ളല്ല, പക്ഷേ കള്ളിനോളം ഇഫക്റ്റ് ഉള്ളൊരു കാര്യമാണ്. ഇത് വെച്ച് തന്നെ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഇത് നമ്മുടെ തേങ്ങാവെള്ളം, അതായത് അരക്കപ്പ് തേങ്ങാവെള്ളത്തിൽ ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കി വെച്ചതാണ്. ഇത് ഇന്നലെ വെച്ചതാണ്. അപ്പോൾ ഒരു ദിവസം മുന്നേ വെക്കുക. അപ്പോൾ 1 ഡേ ബാക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല പുളിച്ചുണ്ടാവും, നല്ല പുളി ഒക്കെ ആയിട്ടൊരു കള്ളിൻ്റെ മണമൊക്കെ ആയിട്ടിരിക്കും. ഇതാണ് നമ്മുടെ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫെർമെൻറ്റിങ് ആയിട്ടുള്ള ഒരു ചേരുവ. ഓക്കെ, അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരാനും നല്ല ടെക്സ്ചർ കിട്ടാനുമായിട്ടുള്ള യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാമല്ലോ. അപ്പോൾ 2 കപ്പ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. 2 കപ്പ് 240 ml 2 കപ്പ്. ഓക്കെ, അതായത് നല്ല ഇനം പച്ചരിയും വളരെ ശ്രദ്ധിച്ച് വാങ്ങിക്കണം. പശയില്ലാത്ത നമ്മളിങ്ങനെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ മാവ് പൊടിക്കുന്ന അല്ലെങ്കിൽ അരയ്ക്കുന്ന ഒക്കെ പിന്നെ പൊടിപ്പിക്കുന്ന, ഇടിയപ്പത്തിന് പൊടിപ്പിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ മതി. പശ ഒട്ടും പാടില്ല, പ്രത്യേകിച്ച് അപ്പത്തിന് പശ, ഇടിയപ്പത്തിന് പശയൊക്കെ ആണെങ്കിൽ കൊള്ളില്ല, അതിങ്ങനെ ഒട്ടിയിരിക്കും. ഓക്കെ, അത് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൽ അത്രയും നല്ലത്. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, കുറച്ച് കൂടുതൽ സമയമായി, നോക്കിക്കോളൂ. ഇത് നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ച് വെച്ചത്. ഇനി ഇതൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അരി വാലാൻ വെച്ചു. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ റെഡി. പിന്നെന്താ വേണ്ടത്, ഒരു മീഡിയം കുറുകൽ ഉള്ള ഒരു തേങ്ങാപ്പാൽ. പിന്നെ നമ്മുടെ എന്താ പറയുക, തേങ്ങാവെള്ളം ഫെർമെൻറ്റഡ് ആയിരിക്കുന്നത്, ഇത് 1/2 കപ്പ്. ഇത് 2 കാര്യം, 1/2 കപ്പ്. ഒരു 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ആകാം. പിന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും മതി ആ കാര്യം. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇത് കപ്പി കാച്ചാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒന്നുകിൽ ചോറ് അല്ലെങ്കിൽ അവൽ, വെള്ള അവലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. വെള്ള അവലിട്ട് അരച്ചാൽ മാത്രമേ ആ വൈറ്റ് കളർ കിട്ടുള്ളൂ. നമ്മൾ റെഡ് കളറിലെ ബീറ്റൻ റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ചെമ്പാവരിയുടെ ഉപയോഗിക്കുകയാണെങ്കിൽ കളർ മാറും. അപ്പോൾ അപ്പം നല്ല വെള്ളമായിട്ടിരിക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മതി, ഒരുപാട് നേരത്തെ മുന്നേ ഒന്നും ചെയ്ത് വെക്കണ്ട. 1/2 കപ്പ് വെള്ള അവലെടുത്ത് വെച്ചിട്ട് അല്പം വെള്ളം, ഇത് കുതിർന്നോളും. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇപ്പം തന്നെ കുതിരും. ഓക്കെ, ഇതിപ്പോൾ തന്നെ കുതിർന്നോളും, സോഫ്റ്റായിട്ട് ഇരിക്കും. ഓക്കെ, കണ്ടോ, ഇപ്പം തന്നെ ഇത് കുതിർന്ന് കഴിയും. ഇപ്പം നമുക്കിനി മിക്സ് ചെയ്തൊരു ബൗളിൽ 2 പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കാം. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കുന്നേ ഉള്ളൂ. ടോട്ടൽ അളവ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കിയിടാം, പെട്ടെന്ന് തന്നെ അരയും. ഓൾമോസ്റ്റ് നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഞാൻ ഒരു പ്രാവശ്യം കൂടി അരയ്ക്കുന്നു. ഈ സൈഡ്സിലൊക്കെ ഉള്ള കാര്യങ്ങൾ അരി നല്ല കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഓക്കെ,
നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് കഴിഞ്ഞ് ഒട്ടും തരിയില്ലാണ്ട് ഇങ്ങനെ അരയ്ക്കണം. ഇനി ഇത് മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്നത് ഇതേപോലെ അരച്ചെടുക്കാം. ഇത്രയും കാര്യങ്ങളായല്ലോ. ഇനി വീണ്ടും അരയ്ക്കാം. നന്നായിട്ട് അരഞ്ഞു. ഇങ്ങനെ അരയണം, നല്ല പേസ്റ്റ് പോലെ, ഒട്ടും തരിയില്ല. അപ്പോൾ നമ്മൾ തേങ്ങയല്ല അരയ്ക്കുന്നത്, തേങ്ങാപ്പാൽ ചേർത്താണ് അരച്ചത്. ആ വ്യത്യാസമുണ്ട്. അരയ്ക്കുമ്പോൾ തന്നെ നല്ല പതഞ്ഞു തുടങ്ങി. ഇനി നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ ദോശ ഇഡ്ഡലി മാവാണെങ്കിലും ഇതുപോലെ ആപ്പത്തിൻ്റെയൊക്കെ മാവാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ചുകൂടി നമ്മുടെ കയ്യിലുള്ള ആ അണുക്കളെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നാലും കൈക്കകത്തുനിന്നുള്ള ഒരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം കൊണ്ട് നന്നായിട്ട് ഇതൊരു 10 മണിക്കൂർ, 8 മുതൽ 10 മണിക്കൂർ സമയം കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ രാത്രിയല്ലേ അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഇത് കറക്റ്റായിരിക്കും, ആവശ്യത്തിന് നല്ല പൊങ്ങി വരും. അപ്പോൾ എത്രത്തോളം കുളിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നന്നായിട്ട് നികുതി സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നന്നായിട്ട് അടച്ച് വയ്ക്കുക. അടയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്, ഒരല്പം സ്പേസ് ഇട്ടിട്ട് അടയ്ക്കുക. അതാണ് എൻ്റെ ഒരു രീതി. അപ്പം നമ്മൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാം. അതെ, ഇത് ഞാൻ ഒരു 10 മണിക്കൂർ മുന്നേ രാവിലെ തന്നെ, ഇപ്പോൾ രാത്രിയില്ല ഞാനിത് കാണിക്കുന്നത്, അപ്പോൾ രാവിലെ ഞാൻ അരച്ച് വെച്ച ഫെർമെൻറ്റഡായ മാവുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നാളെ വരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അത് അഡ്വാൻസ് ആയിട്ട് ഇതേ മെത്തേഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ അരച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ഞാൻ നാളെ രാവിലെ വീട്ടിലത്തേക്ക് ഉപയോഗിക്കാം. നോക്കിയേ, ഇത് ഞാൻ ഇങ്ങനെ അടച്ച് വെച്ചിരുന്നത്. നോക്കൂ, ഈ രീതിയിൽ ഒരു അല്പം ഗ്യാപ്പ് ഇട്ടിട്ട്. ഓക്കെ, കുറച്ച് മതി, ഒരുപാട് വേണമെന്നില്ല. അപ്പോൾ ഇതേ അടപ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റുന്നു. ഇതൊരു ചെറിയൊരു ഗ്യാപ്പിട്ട് ഒരു കുറച്ച് ഇരുണ്ട റിസൾട്ട് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. നോക്കിയേ, മാവ് നല്ല പൊങ്ങി ഫെർമെൻറ്റഡ് ആയിരിക്കും. തവി കൊണ്ട് ഇളക്കുമ്പോൾ ഇതിങ്ങനെ താഴും. ഇപ്പോൾ തൊട്ടാൽ മതി, ഇത് താഴേക്ക് പോകും. നന്നായിട്ട് ഫെർമെൻറ്റഡായി. അപ്പോൾ ഫെർമെൻറ്റഡ് ആയി കഴിഞ്ഞാൽ എപ്പോൾ അപ്പം ചുടണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. ഓക്കെ, ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി അല്പം ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വെള്ളം വേണമെങ്കിലും ചേർക്കാം, പക്ഷേ തേങ്ങാപ്പാലായിരിക്കും ഇതിന് കൂടുതൽ നല്ലത്. അപ്പം നമ്മൾ കള്ളപ്പമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഒരുപാട് ലൂസാക്കേണ്ട ആവശ്യമില്ല. വെള്ളയപ്പം, കള്ളപ്പം ഒക്കെ. ഇത് പക്ഷേ പാലപ്പം പോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണോ അതനുസരിച്ചിട്ട്. നമ്മൾ എന്താ പറയുക, അരച്ച് വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വെച്ചത്. പക്ഷേ ഇരുന്ന് ഫെർമെൻറ്റഡ് ആയി കഴിയുമ്പോൾ അത് കുറച്ചുകൂടി കട്ടിയാകും. അതാണ് എൻ്റെ രീതി. അപ്പോൾ തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിക്കാം. കോരി ഒഴിച്ച് ചുറ്റിക്കാൻ പാകത്തിന് ലൂസാക്കണം. ഇനി ഫുള്ളായിട്ടെടുത്ത് ലൂസാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ നിന്നും ആവശ്യാനുസരണം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് പാലും കൂടി വേണം. അപ്പോൾ എത്രത്തോളം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അത്രത്തോളം സ്വാദ് കൂടുമല്ലോ. അങ്ങനെയാണ് വരുന്നത്. ഇനി ആ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അപ്പം ചുട്ട് തുടങ്ങാം. കോരി ഒഴിക്കാൻ പാകത്തിന്, ചുറ്റിക്കാൻ പാകത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇനി അപ്പം ചുട്ട് തുടങ്ങാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പുളിച്ച് കഴിഞ്ഞാൽ, അതായത് പുളിക്കുക മീൻസ് ഫെർമെൻറ്റഡായി പൊങ്ങി വന്നു കഴിഞ്ഞാൽ അന്നേരം ഉണ്ടാക്കുന്നെങ്കിൽ വെരി കറക്റ്റ് ഒരു 8 മുതൽ 10 മണിക്കൂർ സമയം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഇരിക്കുന്തോറും അത് പുളിക്കും. അന്നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുക. പിന്നെ ഉണ്ടാക്കുന്നതിന് കുറച്ച് നേരം ഒരു മണിക്കൂർ മുന്നേ എടുത്ത് വെളിയിൽ വെച്ചാൽ മതിയാകും. ഫ്രഷായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ ചെയ്ത് തുടങ്ങാം.
അപ്പോൾ പുളി ഒരുപാട് പുളിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലോ. അപ്പോൾ പുളിയുടെ അളവൊക്കെ നമ്മുടെ ആ പുളിക്കൽ എത്ര സമയമാണ് നമ്മളിത് ഫെർമെൻറ്റഡ് ആയി കഴിഞ്ഞ് വെക്കുന്നത് അതനുസരിച്ചിരിക്കും. ഇനി തുടങ്ങിയാലോ. അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ അപ്പച്ചട്ടി നമ്മൾ തീപ്പെട്ടി, വീണ്ടും ഞാൻ തീപ്പെട്ടി കയ്യിലെടുത്തു. അപ്പോൾ ചട്ടി നല്ല ചൂടാകണം, പക്ഷെ ഓവറാകാനും പാടില്ല. ഓക്കെ. പിന്നെ നമ്മൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തീ അല്പം ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിലാണ് ചുട്ടെടുക്കുക. അപ്പം നമ്മുടെ അപ്പച്ചട്ടിയൊക്കെ കുറച്ച് പഴകി, ഒരു വർഷം കഴിഞ്ഞില്ലേ. അപ്പോൾ ഉണ്ടാക്കി അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു പദം വന്നു എന്ന് തന്നെ പറയാം. നമുക്കൊരു എണ്ണ തേക്കുമ്പോൾ ഇത് ആദ്യത്തെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര എന്താ പറയുക, പഴക്കം ചെന്ന ചട്ടിയാണെങ്കിൽ ഇളകി വരും, ഒന്നും പ്രശ്നമില്ല. എങ്കിലും ഞാനൊരു വെറുതെ ഒരു ടിപ്പ് കാണിച്ചു തരാണ്. ഒരു സവാളയോ ചെറിയ ഉള്ളിയോ എടുത്തിട്ട് മുറിച്ചിട്ട് എണ്ണ മുക്കി ഒന്ന് തുടയ്ക്കുക, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ചൂടായി വരുന്നു, നല്ല ചൂടായി. ഒരു തവി മാവ് ഒഴിക്കാം. അപ്പോൾ നല്ലൊരു ശബ്ദം കേട്ടല്ലോ, ആ ശബ്ദമാണ് വേണ്ടത്. അതൊക്കെ ഇങ്ങനെ ചുറ്റുമ്പോൾ നന്നായിട്ട് ചുറ്റാൻ പറ്റണം. ഓക്കെ, അടച്ചിടാം. ഇങ്ങനെയല്ലേ പാലപ്പത്തിൻ്റെ ഷേപ്പ്, അതങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ ചിലർക്കത് എന്താ പറയുക, നല്ല വൈറ്റായിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ബ്രൗൺ ആക്കണ്ട കേട്ടോ. ഇനി ബാക്കിയിരിക്കുന്നതും ചുടാം. അപ്പോൾ എണ്ണ തടവി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാവ് ഒഴിക്കാം. ഇങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ചെറിയ കുത്തുകൾ വരുമ്പോൾ നമ്മൾ അടയ്ക്കണം. എന്നിട്ടൊരു മീഡിയം ലോ ഫ്ലെയിം. ഓക്കെ, ഇത് അത്രയും ബ്രൗൺ ആകുന്നതിന് മുമ്പേ ഞാൻ ഓപ്പൺ ചെയ്തു. നല്ല സോഫ്റ്റാണ് കേട്ടോ, വെരി നൈസ്. ആഹാ, ഇത് കുറച്ചുകൂടെ വൈറ്റ്, ഒരു പ്യുവർ വൈറ്റ് പോലെ. ഇനിയും നമുക്കിങ്ങനെ ചുടാം. ഇതിൻ്റെ ടെക്സ്ചർ വളരെ വളരെ സോഫ്റ്റാണ്. ഇവിടെയൊക്കെ നല്ല കരുകരിപ്പ്, ഇവിടെ നല്ല സോഫ്റ്റ്. ഇനി ഇങ്ങനെ എല്ലാം ഫുൾ സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരുപാട് നേരം ഇന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട. സൈഡൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാലേ ഈസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ്. ഒരു കള്ളപ്പമൊക്കെ കഴിച്ച മാതിരിയുണ്ട്. കള്ളപ്പത്തിൻ്റെ മാവ് എന്താ വ്യത്യാസം കള്ളപ്പവും സാധാരണ പാലപ്പവും? കള്ളപ്പത്തിൻ്റെ മാവ് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. കള്ള് ചേർക്കുന്നതിന് വരെ ഇത് ചേർത്തു, അല്ലെങ്കിൽ കള്ള് ചേർത്ത് ചെയ്യുന്നു. അപ്പോൾ കള്ളപ്പം തന്നെ രണ്ട് രീതിയിൽ ചെയ്യാം. പാലപ്പം പോലെ ചെയ്യാം ഈ ഷേപ്പിൽ, അതല്ലെങ്കിൽ കുട്ടി ദോശ പോലെ ചെയ്യുകയാണെങ്കിൽ തിരിച്ചും മറിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കേണ്ടി വരും. ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം, അതും കുറച്ച് തേങ്ങയും കൂടി തരിതരിപ്പായിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ട് ഈ തട്ട് ദോശ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ രീതിയിലുള്ളൊരു കള്ളപ്പമാവും. അപ്പോൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ അളവിൽ നിന്നും ഏതാണ്ട് ഒരു 10 മുതൽ 12 ഓക്കെ 12 പാലപ്പം നമുക്ക് തയ്യാറാക്കാം. ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്നുണ്ടോ? സോഫ്റ്റ്. അത് ഒട്ടും തന്നെ മുരിക്കാണ്ട് എടുത്താണ്, അത്രയും സോഫ്റ്റാക്കി എടുത്തു. അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ ചുട്ടെടുക്കാം. ഓക്കെ, സാധാരണ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാടായിട്ട് ഇളക്കരുതെന്ന് പറയാം. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ ഓൾറെഡി ഇളക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ അതിൽ നിന്നും കോരി ഒഴിച്ചാൽ മതി. ഈ ദോശ ചുടുമ്പോഴും അപ്പം ചുടുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും, എന്ന് പറഞ്ഞിട്ട് മാവ് ഒഴിക്കുമ്പോൾ. ആ ശബ്ദമാണ് നമുക്ക് വേണ്ടത്. അതാണ് എൻ്റെ ഒരു പാകം. ആ കല്ല് ചൂടായി അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടി കറക്റ്റ് ചൂടായി എന്നുള്ളതൊക്കെ ആ ഒരു ഇൻഡിക്കേഷനാണ് നമുക്ക് കിട്ടുന്നത് ഈ ശബ്ദത്തിൽ നിന്നും. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് പാലപ്പം നിങ്ങൾക്ക് വേണം അതുപോലെ ഉണ്ടാക്കാം. ഇതാണെങ്കിൽ ടു സോഫ്റ്റ് ആൻഡ് ടു വൈറ്റ്, ഒട്ടും തന്നെ മുരിക്കാണ്ട് എടുത്തത്. ഇതാണെങ്കിൽ ഒരു സെമി മുരിച്ചു, എന്നാൽ കുറച്ച് വൈറ്റാണ്. ഇത് നന്നായിട്ട് മുരിച്ചു സൈഡ്സ്. അപ്പോൾ സൈഡ്സൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ. ഓക്കെ, അത് ഞാൻ 3 ടൈപ്പും കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് പ്യുവർ വൈറ്റ്, ഇതൊരു സെമി വൈറ്റ് ആൻഡ് സൈഡ്സൊക്കെ കുറച്ച്
ഇത് നോക്കിയേ, സൈഡെല്ലാം നല്ല ക്രിസ്പി ആൻഡ് ഇൻസൈഡ് സോഫ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നല്ല മണമാണ്. ഈ രീതിയിൽ നമ്മൾ പാലപ്പം തയ്യാറാക്കുമ്പോൾ മാവിന് തന്നെ നല്ല മണമാണ്. ഇതിങ്ങനെ ആകുന്ന സമയത്ത് നല്ലൊരു മണം, നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു മണം. ഇത് സത്യത്തിൽ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും വേണ്ട, ഇത് വെറുതെ കഴിക്കാനും കൊള്ളാം. ഞാൻ ഇച്ചിരി മധുരമൊക്കെ കൂട്ടിയല്ലേ ചെയ്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ അനുസരിച്ച്. അപ്പോൾ അതൊരു നല്ല ഒരു ചെറിയൊരു പുളി ഉണ്ടോയെന്ന് വെച്ചാൽ അത്ര പുളി ഇല്ലാതെയും ചെയ്യാം. ചെറിയൊരു പുളിയും ഇച്ചിരി ഒരു മധുരം ഒക്കെ ആയിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് എനിക്ക് അതാണ് ഇഷ്ടം. ലാസ്റ്റ് ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഞാനിപ്പോൾ എല്ലാം വൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ, ഒരുപാട് മൂപ്പിക്കാണ്ട് സോഫ്റ്റി ആയിട്ട് എടുക്കാം. സോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എടുത്തിരിക്കാം. കണ്ടല്ലോ, സോ നൈസ്. അപ്പോൾ നമുക്ക് ടെക്സ്ചർ നോക്കിയാലോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇച്ചിരി തണുത്തിട്ടുണ്ട്. ഇത് അത്ര ഒരുപാട് മൂപ്പിക്കാണ്ട് ഞാൻ എടുത്താണ്. കണ്ടോ, ഇങ്ങനെ അലുക്കുകളായിട്ട് സോഫ്റ്റാണ്, ആവശ്യത്തിന് സോഫ്റ്റ്, പഞ്ഞി പോലത്തെ പാലപ്പം. ഓക്കെ, നൈസ്. കഴിക്കട്ടെ. സോഫ്റ്റ്, പുളിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ വെരി ടേസ്റ്റി. ഇത് നല്ല എന്താ പറയുക, ഡക്ക് മപ്പാസോ അല്ലെങ്കിൽ കോഴി മപ്പാസോ ചിക്കൻ മപ്പാസോ ആകാലോ, പിന്നെ കരിമീൻ പൊള്ളിച്ചത്, പോത്ത് റോസ്റ്റ്, ഇങ്ങനെ നമുക്ക് പിന്നെ ഒരു നാടൻ ചിക്കൻ കറി വേണമെങ്കിൽ, ഓക്കെ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കമ്പൈൻ ചെയ്യാം. ഓക്കെ, ഒരു കരിമീൻ ഇട്ടൊരു കറിയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പാല് കറി എല്ലാത്തിൻ്റെ കൂടെ നല്ലതായിരിക്കും, എക്സലൻ്റ് ആയിരിക്കും. മട്ടൺ സ്റ്റൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് സീരീസിന് ഞാൻ കാണിച്ച പാലപ്പം വട്ടയപ്പം ഒക്കെ ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇത് കുറച്ചുകൂടെ വ്യത്യാസം, അത്രേ ഉള്ളൂ. ഇത് ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാണ്ട് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ചുകൂടെ ബ്രൗൺ ആയിട്ട് ഫുള്ള് ഭയങ്കരമായിട്ട് മുരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള സോഡാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ഒരു 1/4 ടീസ്പൂണോ അല്ല, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാം. ഒരു 10 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റിങ് ടൈം കൊടുക്കുക. 10 to ഒരു 8, 9, 10, 11 അത് നോക്കുക. മാവ് നന്നായിട്ട് പൊങ്ങി സെറ്റായി വരണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ തേങ്ങാ വെള്ളം എടുത്ത് വെക്കുന്നത് നമ്മളൊരു 24 hours എങ്കിലും മിനിമം വെച്ചേക്കണം. ഒരു പക്ഷേ അതൊരു 2 ദിവസം മുന്നേ എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടിയൊക്കെ ഫെർമെൻറ്റഡായി കള്ളായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെന്താ, എനിക്കൊരു നല്ല ലൈക്ക് കമൻറ്റൊക്കെ തരിക. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ പുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പർ ആകാനായിട്ട്, യൂട്യൂബ് ഫാമിലി മെമ്പർ ആകാനായിട്ട് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അങ്ങനെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.